ഗസ വെടിനിർത്തലിന്റെ ഭാഗമായി ഇസ്രായേൽ വിട്ടയച്ച 90 ഫലസ്തീൻ തടവുകാർ വെസ്റ്റ് ബാങ്കിലെത്തി. വൻ ആഘോഷത്തോടെയാണ് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന തടവുകാരെ ഫലസ്തീനികൾ സ്വീകരിച്ചത്. ഹമാസ് വിട്ടയച്ച 3 ബന്ദികളും സ്വന്തം കുടുംബങ്ങൾക്കൊപ്പമെത്തി. വി കെ സുഹൈലുണ്ട് വിവരങ്ങൾ നൽകാനായി. സുഹൈല, 15 മാസങ്ങൾക്ക് ശേഷം വെടിയൊച്ചകൾ നിലച്ചൊരു രാത്രിയിലൂടെയാണ് ഗസ കടന്നുപോയത്. ഗസയിലെ ആളുകളെല്ലാം വലിയ സന്തോഷത്തിലാണ്, ആഘോഷത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ ആദ്യഘട്ട ബന്ദി കൈമാറ്റമൊക്കെ പൂർത്തിയായിട്ടുണ്ടല്ലോ അല്ലേ? അനീഷ, വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ഹമാസ് വിട്ടയക്കേണ്ട 3 ബന്ദികളെ ആദ്യ ദിനത്തിൽ തന്നെ ഹമാസ് വിട്ടയക്കുന്നു. വളരെ വലിയ ഒരു സംഭവമായി തന്നെയാണ് ഗസ സിറ്റിയിൽ ഈ കൈമാറ്റം നടന്നത്. കാരണം ഗസ സിറ്റി എന്ന് പറയുന്നത് ഇസ്രായേൽ തച്ചുടച്ച ഒരു നഗരമായിരുന്നു. ഹമാസിനെ അവിടെ പൂർണ്ണമായും നശിപ്പിച്ചു. അവരെ തെക്കൻ ഗസയുടെ അങ്ങേയറ്റത്തേക്ക് മാറ്റി ബാക്കിയുള്ള എല്ലാ ഇടങ്ങളിൽ നിന്നും ഹമാസിനെ നശിപ്പിച്ചു എന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ ഒരു അവകാശവാദം. പക്ഷേ ആ ഇടത്താണ്, ഗസ സിറ്റിയിലാണ് നൂറുകണക്കിന് വരുന്ന അൽഖസാം ബ്രിഗേഡിൻ്റെ അംഗങ്ങൾ വലിയ ആഘോഷമായി എത്തി ഈ ബന്ദി കൈമാറ്റം, റെഡ് ക്രസൻറ്റിന് ഈ ബന്ദികളെ കൈമാറിയത്. അതിൻ്റെ ദൃശ്യങ്ങൾ അവർ പുറത്തുവിടുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ ബന്ദികൾ ഇസ്രായേലിലെത്തി അവരുടെ കുടുംബവുമായി സംഗമിച്ചു. അതിനുശേഷമാണ് ഇസ്രായേൽ അവരുടെ ജയിലുകളിൽ കഴിയുന്ന 90 ഫലസ്തീൻ തടവുകാരെ വിട്ടയച്ചത്. അവരും ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ എത്തിയിരിക്കുന്നു. വീരോചിതമായ സ്വീകരണമാണ് ഈ 90 ഫലസ്തീനി തടവുകാർക്കും വെസ്റ്റ് ബാങ്കിൽ ലഭിച്ചത്. അത് സ്ത്രീകളും കുട്ടികളും മാത്രമാണ്. ഈ 90 പേരെയും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇസ്രായേൽ അവരുടെ തടവറകളിൽ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. പിറന്ന നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി എന്നുള്ളത് മാത്രമായിരുന്നു അവർ ചെയ്ത കുറ്റം. ആ ഫലസ്തീനികളെയാണ് ഇപ്പോൾ വിട്ടയച്ചിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ 7 ദിവസത്തിന് ശേഷം 4 ബന്ദികളെ കൂടി ഇസ്രായേൽ ബന്ദികളെ ഹമാസ് വിട്ടയക്കും. അതിനു പകരമായി 120ഓളം ഫലസ്തീൻ തടവുകാരെയും ഇസ്രായേൽ വിട്ടയക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഗസയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ സഹായങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. 600 ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാധനങ്ങൾ അടങ്ങിയ ട്രക്കുകളാണ് ഇപ്പോൾ ഈജിപ്ത് അതിർത്തി വഴി ഗസയിലേക്ക് എത്തുന്നത്. ഈ ട്രക്കുകളിൽ ഭക്ഷണവും വെള്ളവും അതേപോലെ തന്നെ ചികിത്സാ സംവിധാനങ്ങളും അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതോടുകൂടി ഗസയിലുള്ള വലിയ ഒരു പ്രശ്നത്തിലുള്ള പരിഹാരങ്ങളാവുകയാണ്. കാരണം ഭക്ഷണവും വെള്ളവും ഇല്ലാതെയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഗസക്കാർ കഴിയുന്നത്. അവർക്കാവശ്യമായ ഭക്ഷണം ഇതിലൂടെ ലഭിക്കും എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ സാധിക്കില്ല. കാരണം എല്ലാവർക്കും കൃത്യമായ അളവിൽ ഈ ഭക്ഷണവും സാധന സാമഗ്രികളും എത്തിക്കണമെങ്കിൽ കൂടുതൽ ട്രക്കുകൾ ആവശ്യമാണ്. പക്ഷേ 600 ട്രക്കുകൾ എത്തും. അതിൽ തന്നെ 200 ട്രക്കുകൾ ഇന്ധനവുമായിട്ടായിരിക്കും. ഈ ഇന്ധനങ്ങളില്ലാതെ ആശുപത്രികളടക്കം പൂട്ടിപ്പോയ കാര്യങ്ങൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഗസയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതായിരുന്നാലും തെക്കൻ ഗസയിൽ നിന്നും അതേപോലെ തന്നെ മധ്യ ഗസയിൽ നിന്നും വടക്കൻ ഗസയിലേക്കുള്ള ഒഴുക്ക് ശക്തമാണ്. അതിനിടയിൽ നെറ്റ്സരീം ഇടനാഴി ഇസ്രായേൽ സ്ഥാപിച്ചിട്ടുണ്ട്. ആളുകളെ ഭീഷണിപ്പെടുത്തുന്നുമുണ്ട്. ഇങ്ങോട്ട് കടന്നാൽ ആകെ ഗസക്കുള്ളിൽ ഇസ്രായേൽ സേനയ്ക്ക് അവകാശം നൽകിയിട്ടുള്ള ഈ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി നിർദ്ദേശിക്കപ്പെട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് നെറ്റ്സരീം ഇടനാഴിയാണ്. വടക്കൻ ഗസയെ തെക്കൻ ഗസയുമായി വേർതിരിക്കുന്ന ഇടനാഴി. അവിടെ ഇസ്രായേലി സേനയുടെ കർശനമായ സുരക്ഷാ പരിശോധനകൾ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മാത്രമാണ് ഇങ്ങോട്ട് കടക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്നു. ഈ പരിശോധനകളടക്കം നടക്കാൻ സാധിക്കാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പ്രത്യേകിച്ചും ഗസ സിറ്റി, ജബാലിയ, ബൈത്ലാഹിയ, ബൈത്ത് ഹാനൂൻ തുടങ്ങിയ പ്രദേശങ്ങൾ, അവിടെയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടായിരുന്നത് ഗസ ജനതയുടെ. അവിടേക്ക് ആളുകൾ എത്തുകയാണ്. പക്ഷേ അവർ അവിടെ എത്തുമ്പോൾ കാണുന്നത് തങ്ങളുടെ വീടുകളും അതേപോലെ തന്നെ നഗരങ്ങളും പട്ടണങ്ങളെല്ലാം ആകെ തകർക്കപ്പെട്ടിട്ടുള്ള, സ്കൂളുകളെല്ലാം തകർക്കപ്പെട്ടിട്ടുള്ള കാഴ്ചകളാണ്. പക്ഷേ അവർ പറയുന്നു, ഈ നഗരം ഞങ്ങൾക്ക് വീണ്ടും പുനഃസൃഷ്ടിക്കാൻ കഴിയും. എങ്ങനെയാണോ ഗസ മുമ്പുണ്ടായിരുന്നത് അതിനേക്കാൾ ഭംഗിയായി പുനഃസൃഷ്ടിക്കും എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് അവരെല്ലാവരും അവരുടെ വീടുകളുണ്ടായിരുന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ ഏതായിരുന്നാലും നിർണായകമാണ്. കാരണം വെടിനിർത്തലിൻ്റെ ആദ്യത്തെ 6 ആഴ്ച അതെങ്ങനെയാണ് കടന്നു പോകുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും 2ാം ഘട്ടവും 3ാം ഘട്ടവും ഉണ്ടാവുക. 2ാം ഘട്ടത്തിൽ ഉള്ളത് ഇസ്രായേലി സേനയുടെ സമ്പൂർണ്ണമായ പിന്മാറ്റമാണ്. നെറ്റ്സരീം ഇടനാഴിയും അതേപോലെ തന്നെ ഫിലാഡൽഫി ഇടനാഴിയും അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേലി സേനയുടെ പിന്മാറ്റമാണ് ഈ 2ാം ഘട്ടത്തിൽ നടക്കേണ്ടത്. 3ാം ഘട്ടത്തിലേക്ക് ഗസയുടെ പുനർനിർമ്മാണം. ഇതാണ് ഇപ്പോൾ ഈ വെടിനിർത്തലിൻ്റെ ഭാഗമായി വെടിനിർത്തൽ കരാറിലുള്ളത്.